കൈരളി ടിവിയുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ മ്യൂസിക്കൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് കൂടുതൽ സംഗീത സാന്ദ്രമാക്കാൻ നമ്മുടെ ഒപ്പം വളരെ പ്രശസ്തനും ഇന്നത്തെ എല്ലാവരുടെയും ഫേവറേറ്റായ ശ്രീ വിജയ് യേശുദാസ് എത്തിയിട്ടുണ്ട്. സർ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ് ടുഡേ. ഇറ്റ്സ് മൈ പ്ലഷർ. വളരെ സന്തോഷമുണ്ട് ഇവിടെ കൈരളി ടി വിയിൽ എല്ലാ കൈരളി പ്രേക്ഷകരുടെ മുന്നിൽ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിന് ഒരു കൂട്ടായ്മയായിട്ട് നല്ലൊരു എന്താ പറയുക കൂട്ടായ്മയായിട്ട് ഞാനും വേറെ ചിലവരും കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴത്തേക്ക് ഞാനും നിങ്ങളും കൂടെ നമ്മളൊരു എന്താ പറയുക ഒരു വാം അപ്പ് ടു ക്രിസ്മസ് ടുഡേ. ആൻഡ് എല്ലാവർക്കും കൈരളി ടി വി പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ആൻഡ് ടു യു ഓൾസോ. താങ്ക് യു സോ മച്ച്. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ കൂടാൻ കാരണം എന്ന് പറയുന്നത് ഇസ് ഫോർ എ വെരി വണ്ടർഫുൾ കോസ്, വണ്ടർഫുൾ റീസൺ. നമ്മൾ നല്ലൊരു ആൽബം ഇറക്കിയിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ കമ്പനിയല്ല, എന്നാലും മിസ്റ്റർ ജസ്റ്റിനും അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ലിബിൻ. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു സംരംഭത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള നല്ലൊരു ഇന്നത്തെ ഒരു നല്ല ദിവസത്തിൽ തന്നെ അതായിക്കോട്ടെ എന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കുറേ വേറെ കാര്യങ്ങളും സംസാരിക്കും. തീർച്ചയായിട്ടും. വണ്ടർഫുൾ തിങ് അബൌട്ട് ക്രിസ്മസ്, നമ്മൾ ഒരുപാട് നല്ല സംഗീതം ക്രിസ്മസിനോടനുബന്ധിച്ച് കേൾക്കാൻ പറ്റുന്നുള്ളതാണ്. വിജയ് യേശുദാസ് സാർ ഇവിടെ എത്തിയെന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും സാറിൽ നിന്ന് ഒരു വിജയ് എന്ന് വിളിച്ചാൽ മതി. വെറുതെ എന്നെ സീനിയർ എന്ന് വിളിക്കാമോ? ആയിക്കോട്ടെ. സാറ് ഒരു സീനിയർ വിളിയായി പോകാൻ ക്ഷമിക്കണം. നല്ല കുഴപ്പമില്ല. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് മ്യൂസിക്കൽ എനിത്തിങ് കണക്റ്റഡ് ടു മ്യൂസിക് തീർച്ചയായിട്ടും എനിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എസ്പെഷ്യലി ക്രിസ്മസ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ. സോ വി ആർ സെലിബ്രേറ്റിംഗ് ദിസ് ഡേ വിത്ത് എവറിബഡി. എല്ലാവരുടെയും കൂടെ ഞങ്ങളിത് ആഘോഷിക്കുന്നത് ഈ ഒരു ആൽബത്തിൻ്റെ വഴി കൂടെയാണ്. അതെ. ഈ ആൽബത്തിലെ ഏതെങ്കിലും ഒരു നല്ല ഗാനവുമായി നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഫാദർ റോബിനാണ്. ആൻഡ് മ്യൂസിക് ഓഫ് കോഴ്സ് ലിബിൻ തോമസ്. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇനി ഈ ആൽബത്തിൻ്റെ പേര് ആലയം എന്നാണ്. സോ ഞാനിതിലൊരു 4 പാട്ട് പാടിയിട്ടുണ്ട്. ശ്വേത ഐ തിങ്ക് 1-2 പാട്ട് പാടിയിട്ടുണ്ട്. ഫ്രാങ്കോ, കെസ്റ്റർ. സോ ഇങ്ങനത്തെ നല്ല സിംഗേഴ്സ് ഉള്ള ആൽബം കൂടെയാണ്. തീർച്ചയായിട്ടും ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് വാങ്ങിച്ച് കേൾക്കണം. അക്ലെയിം സിംഗേഴ്സ് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ന്യൂ ജനറേഷനാണ്. എന്നെ ന്യൂ ജനറേഷനിൽ ചേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞോട്. പക്ഷേ the important thing is that it's a coming together of celebration, so and there is about 12 songs with 2 songs repeating, totally 14 songs on the CD. So a lot of good songs to listen to for everybody. This is a nice song, very nalla melody aayittulla nalloru emotional aayittulla song aanu. പുലരിയിൽ പെയ്യുന്ന മഞ്ഞു പോലും വാഴ്ത്തുന്നു സ്നേഹമേ ദൈവമേ, ആത്മാവിൻ നൊമ്പര പൂക്കളിലെന്നും അഭിഷേക തൈലമായി മാറുന്ന സ്നേഹമേ, സാദരം നിന്നാമം പാടും ഞാൻ, സാദരം നിന്നാമം പാടും. പുലരിയിൽ പെയ്യുന്ന മഞ്ഞു പോലും വാഴ്ത്തുന്നു സ്നേഹമേ ദൈവമേ. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ക്രിസ്മസ് ഒരുപാട് കൂടുതൽ ശോഭിക്കും ഈ ഒരു പാട്ട് കേട്ടിട്ട്. താങ്ക് യു. അത് ഇതുപോലത്തെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഓരോ പാട്ട് പാടുമ്പോഴും ആദ്യം 2 പാട്ട് എന്താണ് ആദ്യം പാടാൻ വന്നത് അവർ ചോദിച്ചിരുന്നത്. അങ്ങനെ അത് 2 പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി, എനിക്കും കൂടുതൽ അതിൽ ആ ആൽബത്തിലോട്ട് കൂടുതലൊരു ടീം വർക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ അങ്ങനെ ഐ തിങ്ക് 2 പാട്ടും കൂടെയും പാടിയെന്ന് തോന്നുന്നു. സോ അങ്ങനെ 4 പാട്ട് പാടിയിട്ടുണ്ട്. സോ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഞങ്ങൾ കുറേ നാൾ വർക്ക് ചെയ്ത് എന്താണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണ് അവർ പിന്നെയും അടുത്ത പാട്ട് വേണം എന്നുള്ള പോലെ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറേ നാളായി. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൊഡക്ഷനിലും കാര്യങ്ങളൊക്കെ അവർ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞാനും കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്.
എൻ്റെ ആ സമയത്ത് എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് അത് അവരുമായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയില്ല ആസ് ഫാർ ആസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത്. പക്ഷേ അതുകൊണ്ട് ഓൾമോസ്റ്റ് 2 years ആയി ആ ആൽബം വർക്ക് ചെയ്തത് കഴിഞ്ഞിട്ട്. സോ ഇപ്പോൾ ഫൈനലി അവർക്കും ഒരു സന്തോഷമായൊരു ടൈമാണ് ഇപ്പോൾ ആ ആൽബം ഫൈനലി ഇറക്കാൻ പറ്റിയെന്നുള്ളത്. സോ ഐ തിങ്ക് നൗ വി ഷുഡ് പ്രോബബ്ലി ഇൻട്രൊഡ്യൂസ് ദം ആൻഡ് വെൽക്കം ദം ടു ദ പ്രോഗ്രാം as well. Let us welcome the music director Libin Thomas. Mr. Libin Thomas and the producer of this album Mr. Justin. Mr. Justin. Welcome to this program. Thank you. അപ്പോൾ പറയൂ, ഈ ആൽബത്തിനെ പറ്റി പറയൂ. എപ്പോഴാണ് ഇതിൻ്റെ ഒരു വർക്ക് ആരംഭിച്ചത്? എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? ആരുടെ മനസ്സിലാണ് ഇതിൻ്റെ ഐഡിയ ആദ്യം ഉണ്ടായത്? ശരിക്കും ഞാൻ പാട്ടുകൾ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് മിനിമം ഒരു 6 വർഷം മുമ്പാണ്. ശരി. ആദ്യമായിട്ടാണ് ആൽബത്തിൽ വരുന്നത്. ശരി. കാരണം ഞാൻ സെമിനാറിൽ ആദ്യമായിട്ട് ചേർന്നപ്പോൾ എനിക്ക് അവിടെ കീബോർഡ് മാത്രമേ വായിക്കാൻ അറിയുന്നുള്ളൂ. സെമിനാറിലായിരുന്നു? സെമിനാറിലായിരുന്നു. ശരി. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ആൾ നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ്. ശരി. ജസ്റ്റ് ഒരു 4 ലൈൻ എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ജസ്റ്റ് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ഈ കീബോർഡൊക്കെ വായിക്കുന്നതല്ലേ. ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിൽ പോയി ഒരു ട്യൂൺ കൊണ്ടുവന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ സ്റ്റേജിൽ കയറി പാടി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പാട്ട്, കമ്പോസിങ് എക്സ്പീരിയൻസ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലുവ സെമിനാറിലോട്ട് വന്നു. അവിടുന്ന് ഷിഫ്റ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ അവിടെ പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ കീബോർഡ് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു അച്ഛൻ, ഫാദർ റോബിൻ, നമ്മുടെ പുലരി പെയ്യുന്ന മഞ്ഞ് പോലെയുണ്ട് ലിറിക്സ് നേരത്തെ കേട്ട പാട്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനൊരു ആളെ പരിചയപ്പെടുത്തി തരാം, നിൻ്റെ പാട്ടുകളൊക്കെ നീ ചെയ്തിട്ടില്ല, നന്നായിട്ടുണ്ട്, നീ ജസ്റ്റ് ആളുമായിട്ട് സംസാരിക്കും. അപ്പം ഞാൻ ഈ പാട്ടുകളൊക്കെ ഏകദേശം ട്യൂൺസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ലിറിക്സ് അങ്ങനെ റെഡി ആയിട്ടില്ല. ഞാൻ ജസ്റ്റിൻ ചേട്ടനെ കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരിക. അപ്പോൾ ചോദിച്ച് എങ്ങനെയൊക്കെ മനോഹരമാക്കാം. ഇപ്പോൾ ട്യൂൺസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നല്ല വരികൾ വേണം. അപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന എഴുതാൻ താല്പര്യമുള്ളവരും അറിയാവുന്നവരും കഴിവുള്ളവരും എല്ലാം കൂടി ഞാൻ എഴുതിപ്പിച്ചു. അതിലെ സെലക്റ്റീവായിട്ടുള്ള ലിറിക്സാണ് എടുത്തിരിക്കുന്നത്. ശരി. ഓക്കെ. പിന്നെ പറയാനാണെങ്കിൽ ഓരോ ട്യൂൺ ഉണ്ടാക്കിയത് ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ പുലരിയിൽ പെയ്യുന്ന മഞ്ഞ് പോലെ എന്ന പാട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഉച്ചക്കത്തെ പ്രെയർ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാൻ മനസ്സിൽ ചുമ്മാ മൂളിക്കൊണ്ട് പോയ പാട്ടാണ്. അതിനകത്ത് തന്നെ രണ്ടാമത് വിജയേട്ടൻ പാടിയ തിങ്ങും വേദനയിൽ, അത് ശരിക്കും ഒരു താരാട്ടുപാട്ട് പോലെ ഞാൻ കിടക്കാൻ പോയപ്പം ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ മൂളി. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വോയിസ് റെക്കോർഡർ ഉണ്ടാവും. എൻ്റെ മനസ്സിൽ വരുന്ന വോയിസുകൾ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ഞാൻ അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഭയങ്കരനാണല്ലോ. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഒരുപാട് അടുത്ത ഇടപെടുന്ന വ്യക്തിയാണ് ലിബിൻ. ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫാമിലി മെമ്പറായിട്ടാണ് ഞങ്ങൾ അന്ന് പോലെ ഇന്ന് വരെ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ പുള്ളിയുടെ കഴിവ് ഒരുപാട് നല്ല കഴിവുള്ള വ്യക്തിയാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എടുക്കാൻ തന്നെ ഒരു കാരണം. നല്ല രീതിയിൽ, അതായത് അന്ന് പാട്ടുകൾ എൻ്റെ അടുത്ത് വന്ന് പാടുമ്പോഴും പാട്ടുകളെ നമ്മളെ കേൾപ്പിക്കുമ്പോഴും അത് എന്താ പറയുക, എനിക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ എനിക്ക് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക ലിറിക്സാണ്. അതായത് ആൾക്കാരിൽ എപ്പോഴും ഒരു മ്യൂസിക്കിനേക്കാൾ ഉപരിയായിട്ട് അവർ ഓർത്തിരിക്കുക അതിൻ്റെ വരികളാണ്. എത്രമാത്രം ആ വരികൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുമോ ആ പാട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും പാടും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആൻജ മ്യൂസിക് ക്രിയേഷൻസ് മെയിൻലി ചെയ്യുന്നത് ക്രിസ്ത്യൻ ഡിവോഷൻസ് മാത്രമാണ്. സോ നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനി ഓസോൺ സെയിൽസ് കോർപ്പറേഷൻ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ആയിട്ട് അപ്കമിങ് ആയിട്ട് വരുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്നെങ്കിൽ അവർക്ക് അറിയില്ല എങ്ങനെ അവസരങ്ങൾ ചോദിച്ചു പോകണം, അല്ലെങ്കിൽ അവർക്കറിയില്ല ആരെ കണ്ടുമുട്ടണം, എവിടെ പോകണം. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ അങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് പാട്ടുകൾ എഴുതിയിരിക്കുന്നവരും പാട്ടുകൾ ഒരുപാട്, ഇപ്പം നമുക്ക് എല്ലാ പാട്ടുകളും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് 12 പാട്ടുകളാണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അറൗണ്ട് 40 songs we have. From that we have selected this 12 songs. ശരിയാണ്, ആദ്യത്തെ ആൾ ഞാനാണ്. സിഡിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തുടരാം. ഇതിലെ വേറൊരു
പാട്ട് നമുക്ക് കേട്ടാലോ? ഏത് പാട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്? വിജയേട്ടൻ തന്നെ പാടി, ഞാൻ പറഞ്ഞല്ലോ താരാട്ട് പാട്ട് പോലെ ഞാൻ ഉണ്ടാക്കിയൊരു പാട്ടാണ് തിങ്ങും വേദനയിൽ. അത് തന്നെ വിജയേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. ഐ തിങ്ക് ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് 2 songs. ആൻഡ് ഇപ്പോഴാണ് നമ്മൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആദ്യം പറഞ്ഞത് 4 പാട്ടെന്നാണ്, ശരിക്കും 5 പാടിയിട്ടുണ്ട്. 5 പാട്ട് പാടിയിട്ടുണ്ട്. ചേട്ടന്റെ തിരക്കിൽ അല്ലല്ല, എൻ്റെ തിരക്കിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഓരോ സമയത്താണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തത്. തിങ്ങും വേദനയിൽ എന്നും നീയാണാലംബം, സ്നേഹചുംബനമായി എൻ്റെ ജീവനിൽ വരുമോ, നിറകണ്ണുമായി ഹൃദയേശ്വര നിന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ അനുതാപയണയുകയായി നിൻ വേദനയിൽ. വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു താരാട്ട് അല്ലേ? ഇപ്പോഴും ഡിവോഷണലിൽ ഒരു ഡിങ്ക് ചക്ക വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സൂതിങ്. ഐ തിങ്ക് ക്രിസ്മസ് എസ്പെഷ്യലി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ പിറന്നാളും നമ്മൾ പിറന്നാളിന് നമ്മളെല്ലാവരും കൂടെയും ആഘോഷിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇങ്ങനെയല്ല നമ്മൾ പാടുന്നത്. അല്ലാണ്ട് നമ്മളെല്ലാവരും കൂടെയും ഹാപ്പി ബർത്ത്ഡേ ടു യു ഇങ്ങനെയല്ല നമ്മൾ പാടുന്നത്. സോ യുനോ അതും ഒരു ക്രിസ്ത്യ ഡിവോഷണൽ ഗാനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവണം. ആൻഡ് അതിൽ കുറച്ചൊക്കെ റിതം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മേ ബി 1-2 പാട്ടുകളൊക്കെ. പക്ഷെ കൂടുതലും ഈ സ്പിരിച്വാലിറ്റിയും ആ ഒരു മെലഡി ഉണ്ടെങ്കിലാണ് എപ്പോഴും ആൾക്കാർ എന്തുകൊണ്ടാണ് നമുക്കിപ്പോഴും ഒരു ദൈവസ്നേഹം മനസ്സിൽ നിൽക്കുന്നതോ, അല്ലെങ്കിൽ എത്രയോ പാട്ടിൽ അപ്പ പാടിയതല്ല എല്ലാവരും പാടി, കുറേ ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ മനസ്സിൽ നിൽക്കുന്നതിന് കാരണം ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് മെലഡി. സോ അത് ഓരോ പാട്ട് ഞാൻ പാടുമ്പോഴും ഓരോ പാട്ടുകൾക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ഒരു മെലഡി, നല്ല ഡിഫറെൻറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്യൂൺസ് ആയിട്ട് എനിക്ക് കേട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി അവരുമായിട്ട് വർക്ക് ചെയ്യാനും. അങ്ങനെ നമ്മൾ ഓരോരോ പാട്ടിലും ഓരോരോ സമയത്താണ് എടുത്തത്. സോ അതിൻ്റെ എഫേർട്ട് തീർച്ചയായിട്ടും ഹോപ്പ്ഫുള്ളി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ അവർക്കും. വിജയേട്ടൻ ആക്ച്വലി എത്രയോ കൗണ്ട്ലെസ് ആൽബംസിന് വേണ്ടി പാടിയിട്ടുണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ. എന്നാലും ഇത്ര ഞാനിപ്പം ഇപ്പോൾ കുറച്ചു പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെറുതെ നമ്മളിങ്ങനെ ഓരോരോ പാട്ട് ഇങ്ങനെ പാടിയിട്ടിട്ട് കാര്യമില്ല, അതിൽ എവിടെയെങ്കിലും റീച്ച് ആവണം, ആൾക്കാരുടെ അടുത്ത് എത്തണത്. സോ അതിനുവേണ്ടി ഞാൻ കൂടുതൽ എഫേർട്ട് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് അതും പാട്ട് എനിക്ക് മിക്കവാറും അയച്ചു തരും, ഞാനങ്ങനെ കേട്ടിട്ടേ പാടുള്ളൂ അങ്ങനെയൊന്നുമല്ല. എന്നാലും എനിക്ക് അയച്ചു തന്ന് നമുക്ക് കൂടുതലും അതിലേക്കൊരു ഇത് വരുമ്പോഴാണ് നമ്മൾ പാടിയിട്ടും കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ശരി ഒരു പാട്ടുണ്ട് എന്നാൽ ഞാൻ പാടിയിട്ട് പോകാം അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. ഒരു കൂടുതൽ അങ്ങനെ 2-3 വർഷം മുമ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുമെന്നുള്ള, അല്ലാണ്ട് കൂടുതൽ നല്ല പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ. സി ഡി കവറിൽ തന്നെ ഇതാണ് നമ്മളുടെ CD ആലയം എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ അടുത്ത അവരുടെ പ്രോജക്റ്റിൻ്റെ അയ്യനാറായി അല്ലേ, അയ്യനാറായി എന്നുള്ള ഇതിൽ അവർ അതിൻ്റെ ഒരു ചെറിയ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആൾക്കാർ മേടിച്ച് കേൾക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അത് വളരെ അപൂർവമായിട്ടാണ്, കുറവായിട്ടാണ് നടക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. പുള്ളി തന്നെ അത് മേടിച്ച് വേറെ ആൾക്കാരുടെ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഇത് മേടിച്ച് വാങ്ങിക്കുന്ന ഒരാളായത് കൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും പാഷനേറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എനിക്കും അതിൽ കൂടുതൽ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ഞാൻ തരംഗിണിയും ഒക്കെ എൻ്റെ വേറെ ലേബിൾസൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ എന്താണ് ആൽബംസ് 2-3 ഇറക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ സക്സസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. റിംഗ് ടോൺസ് കൊണ്ട് മാത്രമേ ഇപ്പോൾ മേ ബി ചില കമ്പനീസിന് കുറച്ചൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പബ്ലിക് ഓഡിയോ CD ആക്ച്വലി വാങ്ങിക്കുന്നില്ല എന്നുള്ളത്. പൈററ്റഡ് ആയിട്ടുള്ള കോപ്പി ഓറിയന്റഡ് ആയിട്ടൊരു ക്രിസ്ത്യൻ ഡിവോഷൻസ് നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ല ഒരിക്കലും. ഇവിടെ ഇപ്പം ആൾക്കാരുടെ സംതൃപ്തി, അതായത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം അത്
ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രോഫിറ്റ് ഡിഫറെൻറ്റ് പാർട്ടാണ്. നമുക്ക് ആൾക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു സമ്മാനമായിട്ട് എനി തോട്ട് അറ്റ്ലീസ്റ്റ് എന്നാണ് മാക്സിമം വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പൈററ്റഡ് കോപ്പിയൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുക എന്നുള്ളതല്ലേ. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മ്യൂസിക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കേൾക്കാൻ. തീർച്ചയായിട്ടും നമുക്ക് ഐ തിങ്ക് യേശുവേ നീ എനിക്കായി ക്രൂശിൽ നോവുന്നതോർത്തിടുന്നു, മോചനദ്രവ്യമായി നിന്റെ പ്രാണനെ നൽകിയല്ലോ, പടിവാതിലേകാകിയായി തിരുമാറിലെന്നെ ചേർത്തിടാൻ, ദൂർത്തനാമെന്നെ നിഗേഹത്തിൽ സ്വീകരിച്ചു, കൈകളിൽ സ്നേഹത്തിൻ മോതിരമണിച്ചു. യേശുവേ നീ എനിക്കായി ക്രൂശിൽ നോവുന്നതോർത്തിടുന്നു. നമുക്ക് ഈ ക്രിസ്മസ് പ്രോഗ്രാമിന് നമ്മൾ മാത്രം ഒരു ആൽബത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും അറിയിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ആങ്കർ രാധിക ആക്ച്വലി ഒരു നല്ലപോലെ പാടുന്ന നമ്മൾ ശരിക്കും നല്ല പാട്ടുകാരിയാണെന്ന് വെറുതെ പറയാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ എ വോക്കൽ ട്രെയിനർ ഓൾസോ, ആൻഡ് ക്രിസ്ത്യ ഡിവോഷണൽ ഗാനങ്ങളിലും കുറേയൊക്കെ പാടിയിട്ടുണ്ട്, തെലുങ്കിലും കന്നഡത്തിലൊക്കെ സിനിമയിലും പാടിയിട്ടുണ്ട്. സോ വി ഗോണ ഹാവ് രാധിക നമുക്ക് വേണ്ടി ഒരു ക്രിസ്ത്യ ഭക്തി ഗാനം, രാധിക തന്നെ പാടിയ ഒരു പാട്ടാണെങ്കിലും മച്ച് ബെറ്റർ. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ സമൃദ്ധം എന്നൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബമാണ്. ശ്രീ ജോജി എന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്ത കെസ്ട്രേട്ടനൊക്കെ വർക്ക് ചെയ്ത ആൽബമാണ്. അതിലൊരു പാട്ട്, തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ, തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത ആൽബത്തിൽ വേണമെങ്കിൽ നോക്കാമല്ലേ? ഞാനിപ്പോ അങ്ങോട്ട് അങ്ങനെ ഒരു കുരിശെടുത്തിട്ടുണ്ടോ? പക്ഷേ വെറുതെ അത് നടക്കേണ്ട കാര്യമാണെങ്കിൽ നടക്കും, അത്രേ ഉള്ളൂ. എനിവേ ഈ ക്രിസ്മസ് നമ്മൾ കുറേ സംസാരിച്ചു ആൽബത്തിനെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആലയം എന്നുള്ള ഈ ആൽബം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും കേൾക്കുക. നമ്മളത് ഇവൻച്വലി ഇനി കുറച്ച് നാളിൽ നമ്മളത് ഓൺലൈനിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇന്റർനാഷണലി എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. വിജയേട്ടാ, പോകുന്നതിന് മുമ്പ് ഒരു എൻറ്റയർ ജനറേഷൻ ദാസേട്ടൻ്റെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ നെഞ്ചോട് വളരെ അടുപ്പിച്ച് കേട്ടാണ് താലോലിച്ചാണ് വളർന്നത്. അപ്പോൾ ദാസേട്ടൻ്റെ ഇന്നും ചെവിയിൽ മുഴങ്ങുന്ന ഒരുപാട് നല്ല ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ വിജയേട്ടനെ ഏറ്റവും നിങ്ങൾക്ക് കൂടെ അറിയുന്ന ഏതെങ്കിലും ഒരു പാട്ടാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പാടി നമുക്ക് ഇത് ചെയ്യാം, എല്ലാവർക്കും ഒരു ക്രിസ്മസ് സെലിബ്രേഷനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൈരളി TV പ്രേക്ഷകർക്ക് ഞങ്ങൾ ആലയം എന്നുള്ള ഈ ആൽബത്തിൻ്റെ ടീമും അതേപോലെ രാധിക ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ ക്രിസ്മസിന് എല്ലാ ക്രിസ്മസ് ആശംസകളോടെ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ ഇന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ, രക്ഷക എൻ്റെ പാപഭാരമെല്ലാം
നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ആലയം എന്ന ഈ ടീമിന് കൈരളി ടി വിയുടെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും വക ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വിജയേട്ടൻ്റെ ഒരു ക്രിസ്മസ് വിഷ് നമ്മൾക്ക് എല്ലാവർക്കും. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ താങ്ക് യു. കൈരളി ടി വിക്കും പ്രത്യേകിച്ചൊരു നന്ദി. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ നല്ല നല്ല ടാലൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റിൻ ജോസിന് പ്രത്യേകിച്ച് നന്ദി ഫോർ ഫൈൻഡിങ് സച്ച് എ ഗുഡ് ടാലൻറ്റ് ആൻഡ് ഇനിയും ടാലൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് അതിന് സിൻസിയറായിട്ട് വർക്ക് ചെയ്ത ലിബിൻ തോമസിനും ഈ ആലയം ടീമിന് മറ്റൊരു കുറേ നല്ല പാട്ടുകാർ പാടിയിട്ടുണ്ട്, ശ്വേത ഫ്രാങ്കോ കാസ്ട്രേട്ടൻ. അപ്പോൾ ഇവരൊക്കെ അതിലുണ്ട്, ഞാൻ മാത്രമല്ല. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ 3 പേര് ഇതിൽ വന്ന് ഞങ്ങളിവിടെ ഇത്രയും നേരം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ കേട്ട് നിങ്ങൾ ആസ്വദിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഈ ആലയം ടീം ആൻഡ് രാധിക എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വൺസ് അഗൈൻ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.